Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. SG. In today's class, we are going to discuss about different atomic models. We know that atom was discovered by John Dalton in 1803 and the electron was discovered by J.J. Thomson in 1897. Even though they discovered atom and electron, they don't know the exact structure of the atom. So scientists were conducted many experiments to get a knowledge about the structure of the atom. അപ്പോൾ അങ്ങനെ ജെ തോംസണും കുറേ എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തു ആൻഡ് ബേസ്ഡ് ഓൺ ഹിസ് ഒബ്സർവേഷൻസ് ഹി ഇൻട്രൊഡ്യൂസ് ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദാറ്റ് ഈസ് ജെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ. ഈ പ്ലം പുഡിംഗ് മോഡൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പ്ലം കേക്ക് ആണ് ഓർമ്മ വരുന്നത് അല്ലേ? ജെ തോംസൺ അങ്ങനെ തന്നെയാണ് ഇതിന് പേരിട്ടത്. കാരണം ഒരു പ്ലം കേക്കിനകത്ത് പ്ലംസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ the atom is a spherical shaped one which is uniformly charged, positive charged ആണ്, and the electrons are embedded in this structure like plums in a cake. Okay, അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അപ്പം നമ്മുടെ ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു തിയറീനെ അക്സെപ്റ്റ് ചെയ്തു. But this theory can't explain the stability of the atom, then the spectra of hydrogen atom. Spectra of hydrogen atom ഞാൻ അടുത്ത ലെക്ചറിൽ പറയൂട്ടോ എന്താന്ന്. അപ്പൊ ഇതങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ മോഡലിന് പറ്റിയില്ല. സോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു റുദർഫോർഡ്. അദ്ദേഹം he was conducting experiments on radioactive elements and he discovered alpha rays. അപ്പൊ ആ സമയത്ത് ആൽഫ റേസ് ഡിറ്റക്ട് ചെയ്ത് വെച്ചേക്കുന്ന സമയം, ആൽഫ റേസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹീലിയം ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺ പോയിട്ട് കിട്ടുന്നതാണ് ആൽഫ റേസ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ് ആൽഫ റേസ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം കണ്ടുപിടിച്ച ഈ ആൽഫ റേസ് വെച്ചിട്ട് ഗൈഗർ ആൻഡ് മാസ്ഡർ എന്ന് പറയുന്ന 2 സയന്റിസ്റ്റ്മാര് അവര് 1909 കണ്ട, എന്ന 80s ഇലക്ട്രോണിനൊക്കെ ഡിസ്കവർ ചെയ്ത് സ്റ്റഡീസ് തുടങ്ങിയത്. പക്ഷെ 90s ഗെയ്ഗറും മാസ്റ്ററും ഈ ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൽഫ റേസ് ഇസ് കണ്ടക്റ്റഡ്. അപ്പൊ അത്രയും നാള് കഴിഞ്ഞു കണ്ടോ, അത്രയും നാള് കൊണ്ടുള്ള അവരുടെ സ്റ്റഡീസ് ആണ് നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ. സോ ഇത് നിങ്ങൾ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ വേണം മനസ്സിലാക്കാൻ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജെ തോംസന്റെ സ്റ്റുഡന്റ് ആയിരുന്നു റുദർഫോർഡ്, അങ്ങനെ ഇവരെല്ലാം ലിങ്ക്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഈ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റില് അവർ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഞാനിവിടെ ഈ ഡിസ്പ്ലേയില് വരച്ചിട്ടുള്ളത്. ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പ് മുഴുവനും ഇവര് വാക്വത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് വിച്ച് എമിറ്റ് ആൽഫ റേസ് ഇൻ ഓൾ ഡയറക്ഷൻസ് ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ലെഡ് കോളിമേറ്റർ അവര് ആൽഫ റേസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് അത് ഒരു ഗോൾഡ് ഫോയില് വന്ന് ഹിറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ എക്സ്പെരിമെന്റ് സെറ്റപ്പ്. ഇപ്പൊ ഈ ഗോൾഡ് ഫോയിൽ എന്ന് വെച്ചാൽ വിച്ച് ഇസ് വെരി തിൻ. ഈ ആൽഫ റേസ് ഇസ് മച്ച് മാസീവ് ദാൻ ഇലക്ട്രോൺസ്. ഏകദേശം 7000 to 8000 ടൈംസ് മാസീവ് ആണ് ഇലക്ട്രോണിനെ കാട്ടിലും. അപ്പം അത്രയും മാസമുള്ള സാധനം ഒരു ഹൈ വെലോസിറ്റിയിൽ ഏകദേശം 2 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡില് ഈ ഒരു തിൻ ഗോൾഡ് ഫോയിൽ വന്ന് പിടിച്ചാൽ സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ പിയേഴ്സ് ദ ഫോയിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതെല്ലാ റേസും ഇപ്പുറത്തെ സൈഡിൽ വരുമെന്നായിരുന്നു ദി എക്സ്പെക്ട്. ആൻഡ് ഫോർ ഡിറ്റക്ടിങ് ദീസ് ആൽഫ റേസ് ഇവർ ഇവിടെ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിങ്ക് സൾഫേറ്റ് സച്ച് ദാറ്റ് this screen will emit flashes of light when get in contact with the alpha rays. എന്നിട്ട് ആ ലൈറ്റ് ഫ്ലാഷസിനെ ഡിറ്റക്ട് ചെയ്യാൻ അവരൊരു മൈക്രോസ്കോപ്പും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ എക്സ്പെരിമെന്റ് ഇവർ തുടങ്ങിയത്. അപ്പം ഇവർ നോക്കിയപ്പം ആൽഫ റേസ് പാസ് ചെയ്ത് പോകുന്നതിന് പകരം കുറെ ആൽഫ റേസ് പാസ് ചെയ്ത് പോയി, പക്ഷെ ചിലതൊക്കെ ഡിഫ്ലക്ട് ചെയ്തു, ചിലത് എൻറ്റയർലി ബാക്ക്വേർഡിൽ ഡിഫ്ലക്ട് ചെയ്തു, ചിലതൊക്കെ സെയിം പാത്ത് തന്നെ അത് റീട്രേസ് ചെയ്തു. അപ്പൊ അവരാകെ സർപ്രൈസ്ഡ് ആയി. കാരണം വളരെ തിൻ ഫോയില് അതിൽ ഇത്രയും ഹൈ വെലോസിറ്റി ഉള്ള ആൽഫ പാർട്ടിക്കിൾസ് വന്നിട്ട് ഇത്രയും മാസീവ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾസ് ഹിറ്റ് ചെയ്യുമ്പോൾ ഇത് ഡിഫ്ലക്ട് ചെയ്തു. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അവരാകെ സ്റ്റക്കായി.
അവൻ നമ്മുടെ റുദർഫോർഡ് വന്നു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ കുറച്ച് മനസ്സിലായി, കാരണം അദ്ദേഹം ആൽഫ പാർട്ടിക്കിൾ ഇൻവെന്റ് ചെയ്ത ആളാണല്ലോ, ഓക്കെ, ഡിസ്കവർ ചെയ്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് കാര്യം കുറച്ച് മനസ്സിലായി. അതായത് ആൽഫ പാർട്ടിക്കിൾ ഇത്രയും മാസീവ് ആയിട്ടുള്ള ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ആൽഫ പാർട്ടിക്കിളിനെ കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള എന്തോ ഒരു സാധനം ഈ ഫോയിലിനകത്തുണ്ട്, അല്ലെങ്കിൽ ഈ ആറ്റത്തിനകത്തുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓക്കെ, അദ്ദേഹം അതിനെ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളൊരു ഗെയ്ഗർ, നിങ്ങളൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തിട്ട് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നു എന്ന്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ അത് തന്നെ റുദർഫോർഡ് പറഞ്ഞ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആറ്റത്തില് there is a center point in an atom which is the size of this space or region is much lesser than the size of the atom. അതെന്താ പറയാൻ കാര്യം എന്നറിയോ? ഒരുപാട് ആൽഫ റേസും സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പാസ് ചെയ്തൊക്കെ പോയി. അപ്പൊ കുറേ സ്ഥലം പോയി. ഇങ്ങനെ ഇതിനടുത്തൂടെ പോയ സാധനമൊക്കെയാണ് ഇങ്ങനെ ഡിഫ്ലക്ട് ചെയ്തു പോയത്. കണ്ട, കറക്റ്റ് നേരെ വന്ന സാധനം, നേരെ വന്ന ആൽഫ പാർട്ടിക്കിൾ തിരിച്ച് റീട്രേസ് ചെയ്തു പോയി. കണ്ട, അപ്പൊ ഈ ഒരു റീജിയണില് പോസിറ്റീവ് മാസ് ഓർ പ്രോട്ടോൺസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് the mass of this region is very high and which is the nucleus എന്ന് റുദർഫോർഡ് പറഞ്ഞു. Then he conclude that most of the space in an atom is vacant. ഇങ്ങനെ ഇരിക്കാനൊന്നും ഇല്ല, അപ്പൊ അതങ്ങോട്ട് തിരിച്ചു കുറെ സ്പേസ് വേക്കന്റ് ആണ്. തേർഡ് കൺക്ലൂഷൻ ഇസ് ദാറ്റ് ഇപ്പൊ ഇവിടെ ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോണും ഇതൊരു പോസിറ്റീവ് ചാർജ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ്. ഇത് തമ്മിൽ ഇവിടെ ആരും ഒരു കയറ് കെട്ടിയോ ഒന്നും വെച്ചിട്ടില്ല അതവിടെ ഇരിക്കാനായിട്ട്. സോ ആറ്റം സ്റ്റെബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ദിസ് ഇലക്ട്രോൺസ് ആർ സർക്കുലേറ്റിംഗ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് സച്ച് ദാറ്റ് പ്ലാനറ്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി പറഞ്ഞ കാര്യം, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് such that the atom as a whole is electrically neutral. ആറ്റം ന്യൂട്രൽ ആവണ്ടേ? അപ്പൊ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈക്വൽ ആയാലല്ലേ ആറ്റം ന്യൂട്രൽ ആവത്തുള്ളൂ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ റുദർഫോർഡ് ഈ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ട് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറയാനായിട്ട് ഒരു ധൈര്യമൊക്കെ വേണം. ആ ധൈര്യം എവിടുന്ന ഉണ്ടായത്? അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്ത് ഇക്വേഷൻസ് ഒക്കെ കൊണ്ടുവന്നു, അതിൽ നിന്നാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ആറ്റം, നമ്മുടെ ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസിൽ അദ്ദേഹം കുറെ ടേംസ് കൊണ്ടുവന്നു. അതിൽ ഒരെണ്ണമാണ് സ്കാറ്ററിംഗ് ആംഗിൾ. സ്കാറ്ററിംഗ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ആംഗിൾ ഇൻ ബിറ്റ്വീൻ ഒറിജിനൽ ഡയറക്ഷൻ ആൻഡ് സ്കാറ്റേർഡ് ഡയറക്ഷൻ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ എങ്കിൽ ഈ ആൽഫ പാർട്ടിക്കിളും അത് ഡിഫ്ലക്ട് ചെയ്ത ഡയറക്ഷൻ തമ്മിൽ ഉള്ള ആംഗിൾ ആണ് scattering angle. Then this is an impact parameter. Impact parameter എന്ന് വെച്ച് കഴിഞ്ഞാൽ it is actually the distance between the axis. ഈ ആക്സിസും നമ്മൾ കൺസിഡർ ചെയ്ത ആൽഫ റേയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? ഇമ്പാക്ട് പാരാമീറ്റർ. ഞാനിപ്പോ ഇവിടെ കൺസിഡർ ചെയ്തത് ഇങ്ങനെ പോയി ഹിറ്റ് ചെയ്തിട്ട് അതേ പാത്തിൽ തന്നെ റീട്രേസ് ചെയ്ത് വരുന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ ആണ്. ഇമ്പാക്ട് പാരാമീറ്റർ എന്തായിരിക്കും? 0 ആയിരിക്കും. സ്കാറ്ററിംഗ് ആംഗിൾ എന്തായിരിക്കും? 180 ആയിരിക്കും. സോ റുദർഫോർഡ് ഒരു സ്കാറ്ററിംഗ് ഫോർമുല ഒബ്റ്റൈൻ ചെയ്തു. ആൻഡ് ദാറ്റ് ഫോർമുല ഈസ് n of theta is equal to ni nt z square e raised to 4 by 8 pi epsilon 0 square r square kinetic energy square sin raised to 4 theta by 2, where n of theta is the number of particles reach the screen at an angle theta. Ni is the total number of particles reach the screen. T is the thickness of the foil, Z is the atomic number, E is the electronic charge, epsilon 0 is the permittivity of free space, and R is the distance between the foil and the screen, Ka is the kinetic energy, and then theta is the scattering angle. And based on these equations, and he also derived the equation for total energy of the electron also, and based on that he arrived at some conclusions or the advantages of this model. First one, atom has a massive center where the protons were located and the electrons are revolving around the nucleus or the protons in circular orbits. And second one is the balancing between protons and electrons are responsible for the neutral nature of the atom. നമുക്കറിയാം atom as a whole is electrically neutral, so number of protons should be equal to number of electrons. അതും അദ്ദേഹം പറഞ്ഞു.
Then another important thing I'm not written in this board, that is the energy of the electron or the system is negative. അതായത് ഒരു ഇലക്ട്രോൺ ഒരു ന്യൂക്ലിയസ് ആയിട്ട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിന്റെ എനർജി നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ ദ ഇലക്ട്രോൺ വിൽ ഡിറ്റാച്ച് ഫ്രം ദി ന്യൂക്ലിയസ്, അത് ന്യൂക്ലിയസിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ നെഗറ്റീവ് ആണെങ്കിലും എനർജി ഇച്ചിരി കുറഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലത്, എങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രോളിൽ ഇത് നിൽക്കുള്ളൂ. അപ്പൊ ന്യൂക്ലിയസിന്റെ കൺട്രോളിലെ ഇലക്ട്രോൺ നിൽക്കണം എന്നുണ്ടെങ്കിൽ എനർജി നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദെൻ ദർ ഇസ് എ ലോട്ട് ഓഫ് എംപ്റ്റി സ്പേസസ് ഇൻ ആൻ ആറ്റം. ഇതൊക്കെയായിരുന്നു നമ്മുടെ റുദർഫോർഡിന്റെ മോഡലിന്റെ അഡ്വാൻറ്റേജസ് ഓർ കൺക്ലൂഷൻസ്. ആൻഡ് ദിസ് മോഡൽ ഹാസ് സം ഡിസഡ്വാൻറ്റേജസ്. എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പക്ഷേ ഈ റുദർഫോർഡിന്റെ മോഡലിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഇതിന്റെ ബേസിലാണ് ബാക്കിയുള്ള മോഡൽസ് എല്ലാം വന്നിട്ടുള്ളത്. സോ അതിൻ്റെതായ എല്ലാത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് നോക്കാം. ഇന്നബിലിറ്റി ടു എക്സ്പ്ലെയിൻ ദ അറ്റോമിക് സ്റ്റെബിലിറ്റി. അതായത് അക്കോർഡിംഗ് ടു ക്ലാസിക്കൽ ഫിസിക്സ് ഓർ റുദർഫോർഡ് കൺസെപ്റ്റ്, ദി ഇലക്ട്രോൺ ഈസ് ഓർബിറ്റിംഗ് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് ഇൻ അറൌണ്ട് ദ ന്യൂക്ലിയസ്, അല്ലെ, ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദീസ് ആർ ആക്സിലറേറ്റിംഗ് ഇലക്ട്രോൺസ്. Accelerating means these electrons are moving in uniform speed, but the direction is changing continuously. So they are accelerated motion. അപ്പൊ അങ്ങനെയുള്ള ആക്സിലറേറ്റിംഗ് ഇലക്ട്രോൺസ് they will emit energy as electromagnetic radiations എന്നാണ് ക്ലാസിക്കൽ കൺസെപ്റ്റ്. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് എനർജി എമിറ്റ് ചെയ്താൽ എന്ത് ചെയ്യും? ഇതിന്റെ എനർജി കുറഞ്ഞു വന്ന് അവസാനം ഇത് ന്യൂക്ലിയസിൽ വന്ന് കൊളാപ്സ് ചെയ്യും. സോ ഈ ന്യൂക്ലിയസിലോട്ട് കൊളാപ്സ് ചെയ്ത പിന്നെ ആറ്റം ഇല്ലല്ലോ. അപ്പൊ ആറ്റത്തിന്റെ ആ സ്റ്റെബിലിറ്റി പ്രോപ്പർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡ് മോഡലിന് പറ്റിയില്ല. സെക്കൻഡ്, നോ എക്സ്പ്ലനേഷൻ ഫോർ ഇലക്ട്രോൺ അറേഞ്ച്മെന്റ്. ഓരോ ഓർബിറ്റിൽ എത്ര ഇലക്ട്രോൺ ആണെന്നുള്ള അറേഞ്ച്മെന്റ് പറയാൻ റുദർഫോർഡിന് പറ്റിയില്ല. ആൻഡ് ദെൻ ഇന്നബിലിറ്റി ടു എക്സ്പ്ലെയിൻ അറ്റോമിക് സ്പെക്ട്ര. ഞാൻ പറഞ്ഞില്ലേ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്ര ഉണ്ട്, ലൈമാൻ ബാൾമർ സ്പെക്ട്രാസ്. ഇറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. ഈ ഒരു സ്പെക്ട്ര എന്തുകൊണ്ട് ഇത് ഫോം ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡ് മോഡലിന് പറ്റിയില്ല. സോ ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ റുദർഫോർഡ് മോഡൽ, ആൻഡ് ഇറ്റ് വിൽ ഓവർകം ബൈ നീൽസ് ബോർ ഇൻ ബോർ അറ്റോമിക് മോഡൽ, which we will discuss in the next lecture. So with this class, we learn about the discovery of discovery of proton, electron, then Thomson's plum pudding model, then Geiger-Marsden alpha scattering experiment, and the conclusions made by Rutherford, its advantages and disadvantages. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.